ഫയർ ലൈനായിട്ട് ഉപയോഗിക്കും. അതായത് വൃത്തിയാക്കിയിട്ട് അങ്ങനെ ഫയർ ലൈനുകൾ ഇഷ്ടംപോലെ കാട്ടുള്ളുകളുണ്ട്. ഇത് ഫയർ ലൈനാണോ? അത് ബൗണ്ടറി ലൈനാണ്. ബൗണ്ടറിയും ബഫർ സോണിന്റെ ഒരു ബൗണ്ടറി കൂടിയാണ് ഇത്. ഏതാ ബഫർ സോൺ? ബഫർ സോൺ ഇത്. ഈ സൈഡ് ബഫർ സോൺ, ഈ ഗേറ്റിന്റെ അപ്പുറം കോർ സോൺ. അത് 89.52 സ്ക്വയർ കോർ സോണാണ്. ഈ ഗേറ്റിന്റെ അപ്പുറം പിന്നെ മഴക്കാടുകളാണ്. വേനൽക്കാലത്ത് പോലും മഴ പെയ്യണ കാടുകളാണ് ഈ മഴക്കാട് റെയിൻ ഫോറസ്റ്റ് പറയുന്നത്. ഇപ്പുറത്ത് വരുന്നത് ബഫർ സോണാണ്. സൈലന്റ് വാലി കോർ ഏരിയയെ ചുറ്റി സംരക്ഷിക്കുന്ന വനമേഖലയാണ് ബഫർ സോൺ എന്ന് പറയുന്നത്. ബഫർ സോണിൽ ആൾതാമസം ഉണ്ടാവും, കോർ സോണിൽ ആൾതാമസം ഉണ്ടാവില്ല. ഇതിങ്ങനെ തമിഴ്നാട് അതിർത്തി വരുന്നുണ്ട്, മുക്കുത്തി നാഷണൽ പാർക്ക്, നീലഗിരി സൈഡ് വരുന്നുണ്ട്, നിലമ്പൂര്, കരുവാരുണ്ട്, മണ്ണാർക്കാട് അങ്ങനെ റൗണ്ട് ചെയ്ത് കിടക്കാണ് ബഫർ സോൺ. 148 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിൽ ബഫർ സോണാണ്. കോർ സോൺ എന്ന് പറഞ്ഞാൽ 89.52 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിൽ കോർ സോണാണ് മെയിൻ ഏരിയ. സൈലന്റ് വാലിയുടെ ഹൃദയഭാഗം, കോർ എന്ന് പറഞ്ഞാൽ ഹൃദയഭാഗമാണത് സൈലന്റ് വാലി. എല്ലാം കേരളത്തിനകത്താണ്. അവിടെ ഒക്കെ ബഫർ സോൺ അതിർത്തി വരുന്നുണ്ട്. മണ്ണാർക്കാട് വരുന്നുണ്ട്, തമിഴ്നാട് മുക്കുത്തി നാഷണൽ പാർക്കൊക്കെ അതിർത്തി വരുന്നുണ്ട്. അപ്പൊ അവിടെ മഴ പെയ്തോണ്ടിരിക്കുമ്പോ ഇവിടെ ചിലപ്പോ ഡ്രൈ ആയിരിക്കും. അവിടെ വേനൽക്കാലത്ത് പോലും മഴ പെയ്യണേ. കുത്തിപ്പള്ളിയിൽ ചിലപ്പോൾ പെട്ടെന്ന് മണ്ണാർക്കാടൊക്കെ പെട്ടെന്ന് വെള്ളം വരും. കാരണം ഇവിടെ മഴ പെയ്തിട്ടാണത്. അങ്ങനെ ചില അപകടങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആള് ഒലിച്ചുവിട്ട് വരുന്നുണ്ട് കുത്തിപ്പുഴയിൽ നിന്ന് പെട്ടെന്ന് മണ്ണാർക്കാട് നിന്ന്. കാരണം പെട്ടെന്ന് വെള്ളം വരും. എവിടെ മഴയില്ലെങ്കിൽ ഇവിടെ മഴ പെയ്യും. അതുകൊണ്ടാണത് എവർഗ്രീൻ ആയിട്ട് നിൽക്കണേ. എല്ലാവരും ഇവിടെ നിർമ്മിച്ചതല്ലേ ഫോട്ടോ എടുക്കാം ഗേറ്റിന്റെ അവിടെ. ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്